സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിട്ടാണ്. അല്ലെങ്കിൽ ഡോ ജോൺസ് ഒരു 113 പോയിന്റ് റെഡിലാണ് ഇന്നലെ അവസാനിച്ചിട്ടുള്ളത്. S&P 500 നസ്ദാക്കും രണ്ടും ചെറിയ രീതിയിൽ 17.59 പോയിന്റ് ഒക്കെ ഗ്രീനിലാണ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് കറന്റ് ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. FTSE മാത്രം 14 പോയിന്റ് ഗ്രീനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 12 പോയിന്റ് ഗ്രീനിലാണ്, 19,683 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ബാക്കി എല്ലാ ഇൻഡെക്സുകളും ഇന്ന് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 89.64 ഉണ്ടായിരുന്നത് ഇന്ന് അത് കുറഞ്ഞിട്ട് 89.10 മാറിയിട്ടുണ്ട്. ദെൻ ഗോൾഡ് റേറ്റ് ഇന്നലെ $1925.42 ഉണ്ടായിരുന്നത് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്, $1912.39 മാറിയിട്ടുണ്ട്. USD INR റേറ്റ് വീണ്ടും സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 83.23 ഇന്നത്തെ US ഡോളറിന്റെ എക്സ്ചേഞ്ച് റേറ്റ്. എന്തായാലും ഇത് ഏറ്റവും ഒരു വർഷത്തിനിടയ്ക്ക് ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ് USD INR ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് നിഫ്റ്റി 8 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ 62 പോയിന്റിന്റെ മാത്രം, അതായത് 0.31% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് മൊത്തത്തിൽ കിട്ടിയത്. 1% എങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇന്ന് ഓപ്പണായ 19,682 നിന്നും 18 പോയിന്റ് താഴെയായിട്ട് 19,664 നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 10 പോയിന്റ് താഴെയാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 48 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 213 പോയിന്റിന്റെ അഥവാ 0.32% മാത്രം ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 66,071 നിന്നും 126 പോയിന്റ് താഴെയായിട്ട് 65,945 മാർക്കറ്റ് സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 78 പോയിന്റ് താഴെയായിട്ടാണ് അവസാനിച്ചിട്ടുള്ളത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് 2.66% വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 11.19 ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത്. മേജർ ഇൻഡെക്സുകളായ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 44 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 241 പോയിന്റ് അഥവാ 0.54% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 44,722 നിന്നും 98 പോയിന്റ് താഴെയായിട്ട് 44,624 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 21 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 81 പോയിന്റിന്റെ അഥവാ 0.41% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,821 നിന്നും 23 പോയിന്റ് താഴെയായിട്ട് 19,797 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 45 പോയിന്റുകൾ താഴെയായിട്ട്. എന്തായാലും ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് ഇൻഡെക്സുകളെല്ലാം തന്നെ കണ്ടത്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,750 കോടിയുടെ ബൈങ്ങും 9,444 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 693 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ 7,502 കോടിയുടെ ബൈങ്ങും 6,787 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇതുവഴി 714 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 21 കോടിയുടെ നെറ്റ് ബൈങ് അല്ലെങ്കിൽ 21 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപമായിട്ട് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇന്ന് ഒഴികെ ഇന്നലെ മുതൽ കഴിഞ്ഞ 5 ദിവസവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മാത്രമാണ് അതൊരു ന്യൂട്രൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ മാസം നോക്കുകയാണ്, മാസം അവസാനിക്കാൻ പോവുകയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 21,287 കോടിയുടെ ബൈങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14,463 കോടിയുടെ ബൈങ്ങുമാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈങ്ങുമാണ് നടത്തിയിട്ടുള്ളത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 6,824 കോടിയുടെ നെറ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ പണം 6,824 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും സെപ്റ്റംബർ മാസത്തിൽ പിൻവലിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസ്, ഇന്നത്തെ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ
FMCG ആണ് ഇന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള 0.52% ഒരു ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ, മെറ്റൽ, റിയാലിറ്റി ഇതെല്ലാം തന്നെ ഇന്ന് ഗ്രീനിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നിഫ്റ്റി ഫിൻ സർവീസസ്, ഫാർമ, നിഫ്റ്റി ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, IT, PSU ബാങ്ക്, മീഡിയ ഇതെല്ലാം ഇന്ന് ബെയറിഷ് ആയിട്ട് അല്ലെങ്കിൽ നെറ്റ് ലോസിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി ETF നോക്കുകയാണെങ്കിൽ ഓട്ടോ ബീസ് ഇന്ന് ഒരു 0.5% ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റി ബീസ്, ഫാർമ ബീസ്, ബാങ്ക് ബീസ്, IT ബീസ്, ഗോൾഡ് ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടാണ് അല്ലെങ്കിൽ ലോസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആസ്ട്രൽ ഇന്ന് 2.94% ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏഷ്യർ മോട്ടോഴ്സ്, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ചോല ഫിനാൻസ്, നെസ്ലെ ഇന്ത്യ, IDFC ഫസ്റ്റ് ബാങ്ക്, ONGC, ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ, ഗ്രാസിം, TVS മോട്ടോഴ്സ്, AU ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ഹയസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ശ്രീറാം ഫിനാൻസ്, എംഫസിസ്, അശോക് ലൈലാൻഡ്, ഭാരത് ഫോർജ്, വോൾട്ടാസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ആരോ ഫാർമ, ബാങ്ക് ഓഫ് ബറോഡ, ആസ്റ്റർ DM, സിപ്ല, മുത്തൂറ്റ് ഫിനാൻസ്, ടെക് മഹീന്ദ്ര ഇത്രയും സ്റ്റോക്കുകൾ ഹയസ്റ്റ് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു കൺഫേം അല്ലാത്തൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ഫാർമ കമ്പനിക്കെതിരെ ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഏതാ സ്റ്റോക്ക് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഓൾ ടുഗദർ NSEയിൽ ഇന്നൊരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 952 സ്റ്റോക്കുകൾ ഇന്ന് ലാഭം ഉണ്ടാക്കിയപ്പോൾ 1101 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടമാണ് NSEയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലത്തെ അതേ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. 0.92 അഥവാ സൈഡ് വൈസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന രീതിയിലാണ് നമുക്ക് സിഗ്നലുകൾ തരുന്നത്. ഫ്യൂച്ചർ 19,665 സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് സെയിം പ്രൈസിൽ തന്നെ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ 19,666 ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ 5 ദിവസത്തേക്കാളും താഴെയാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് ഇപ്പോൾ നടക്കുന്നത്. സോ എക്സ്പയറി മറ്റന്നാളാണ്. സോ അതുകൊണ്ടാണ് ഇത്രയും ഈ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 0.78 ആണ് ഇന്നത്തെ പുട്ട് കോൾ റേഷ്യോ. ഇന്നലെ 0.83 ആയിരുന്നു. മാർക്കറ്റ് സൈഡ് വൈസ് ആണ് എന്നതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 44,624 സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തപ്പം അവിടെ നിന്ന് 32 പോയിന്റ് മുകളിലായിട്ട് 44,656 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നു. ഇന്നലത്തെ തൊട്ട് 5 ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് അതിൻ്റെയൊക്കെ ലോ, അതായത് ഈ 5 ദിവസത്തേക്കാളും താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇനി നമുക്ക് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് 19,800 19,800 1,52,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്നുള്ളത് 19,700 ഇവിടെ ആക്ട് ചെയ്യും. 1,19,00,000 കോള് അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 6,17,00,000 കോളും 6,07,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് കോൾ റേഷ്യോ ഓൾമോസ്റ്റ് 1 ആണ് വരുന്നത്. 19,664 മാർക്കറ്റ് ഇന്ന് അല്ലെങ്കിൽ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് 45,000 46,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സപ്പോർട്ട് ലൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു 44,500 ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. അതൊരു എന്താ പറയുക, റൗണ്ട് ഫിഗർ ആയിട്ടുള്ള നമ്പർ. അവിടെ ഒരു 39,00,000 പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഈ ആഴ്ച പോകും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും 2 കോടി കോളും 1,85,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.9 ആണ് PCR വരുന്നത്. 44,624 ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഫിൻ നിഫ്റ്റി ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനി ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ 11,744 രൂപയുടെ ലോസ് ആണ് ഉണ്ടാക്കിയത്. 5.87%. 6% ഞങ്ങളുടെ മാക്സിമം കട്ട് ഓഫ് എന്ന് പറയുന്നത്. മാക്സിമം 6% വരെ ലോസ് പോകാം. പക്ഷേ ഇന്ന് ഞങ്ങൾ 5.87 വരെ എത്തിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, നെറ്റ് ലോസ് എന്ന് പറയുന്നത് ഇന്ന് 12 ട്രേഡാണ് എടുത്തത്. 978 രൂപ വെച്ചിട്ട് ഓരോ ട്രേഡിലും നഷ്ടം വന്നിട്ടുണ്ട്. ടോട്ടൽ ലോസ് 14,869 രൂപയും ടോട്ടൽ പ്രോഫിറ്റ് 3,125 രൂപയാണ്. റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്തിരിക്കുന്നത് 1:0.21 എന്നുള്ളതാണ്. 100 രൂപക്ക് 20 രൂപ വെച്ചാണ് പ്രോഫിറ്റ്. ഞങ്ങൾ റിസ്കിന് 100 രൂപ റിസ്ക് എടുക്കുമ്പോൾ 20 രൂപയാണ് റിവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ ഒരു ദിവസത്തെ കഥയാണ് പറയുന്നത്. പിന്നെ ഇന്നത്തെ മാർക്കറ്റ് ഡാറ്റ, നിഫ്റ്റിയുടെ ഡാറ്റ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.37% ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് അത് കൊടുത്തത്. അതിലൂടെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് മിനിമം 0.8 കിട്ടണം. 1%ൻ്റെ മുകളിൽ മൂവ്മെൻറ്റ് കിട്ടിയാൽ നല്ല സൂപ്പർ പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. എന്തായാലും നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 2,110 രൂപയുടെ പ്രോഫിറ്റ് ലോസ് ആണ് ഉണ്ടാക്കിയത്. 2 ട്രേഡ് 2ലും ലോസ് തന്നെയാണ്
വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ 2164 രൂപയുടെ ലോസാണ് ഉണ്ടായിരിക്കുന്നത്. 2 ട്രേഡിൽ ഒരെണ്ണത്തിൽ പ്രോഫിറ്റ് 132 രൂപയുണ്ട്, ഒരെണ്ണത്തിൽ 2297 രൂപയുടെ ലോസും ഉണ്ട്. ഫിൻ നിഫ്റ്റി അതേപോലെ 4420 രൂപയുടെ ലോസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 2 ട്രേഡ് എടുത്തു, രണ്ടിലും സ്റ്റോപ്പ് ലോസ്, ഡയറക്റ്റ് സ്റ്റോപ്പ് ലോസിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പാണ് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഒറ്റ ട്രേഡാണ് എടുത്തത്, അതിൽ 2992 രൂപയുടെ ഒരു പ്രോഫിറ്റ് അതിൽ വന്നിട്ടുണ്ട്. സെൻസെക്സ് ഇന്ന് ലോസാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, 3605 രൂപയുടെ ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ട്രേഡിൽ 2 സ്റ്റോപ്പ് ലോസ് വെച്ചു എന്നുള്ളതാണ്. ബാങ്ക് എക്സ് ട്രേഡ് ചെയ്യാറില്ല. അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിലും 2437 രൂപയുടെ ലോസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 3 ട്രേഡ് എടുത്തു, 3ഉം നേരെ ലോസിലേക്ക് തന്നെ പോയി. ഈ മാസം നോക്കുകയാണെങ്കിൽ ഇതുവരെ ഞങ്ങൾ 78.18% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതായത് 1,56,369 രൂപയുടെ പ്രോഫിറ്റാണ് ഇതുവരെയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. 222 ട്രേഡുകളാണ് എടുത്തിട്ടുള്ളത്. ആവറേജ് 704 രൂപ പെർ ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ 1:1.95 എന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഹയസ്റ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത് മിഡ് ക്യാപ്പ് തന്നെയാണ്. ഇപ്പോഴും 43,530 രൂപയുടെ പ്രോഫിറ്റാണ് 16 ട്രേഡിൽ നിന്നും തന്നിരിക്കുന്നത്. പിന്നെ മറ്റുള്ളതെല്ലാം തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. സ്റ്റോക്ക് ഓപ്ഷനും നല്ല പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ, ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അവസാനിക്കാൻ വേണ്ടി, നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന്. നാളെ റിസൾട്ട് വരുന്ന കമ്പനികളുടെ ഒന്നും തന്നെ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. അതുപോലെ അടുത്ത ചൊവ്വാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികളും ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. സോ നാളെ വരുന്ന വേൾഡ് വൈഡ് ആയിട്ടുള്ള മേജർ ഈവൻറ്റ്സ് നോക്കാം. നാളെ 27-ാം തീയതി ബുധനാഴ്ച ജപ്പാൻ മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ്, GFK ജർമ്മൻ കൺസ്യൂമർ ക്ലൈമറ്റ്, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് നോൺ മോണിറ്ററി പോളിസി മീറ്റിംഗ്, ജർമ്മൻ 10-year ബോണ്ട് ഓപ്ഷൻ, US ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, US ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, US 5-year നോട്ട് ഓപ്ഷൻ. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് ഇവിടെ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പറ്റും. അതായത് നോ ട്രേഡ് സോണിൻ്റെ പുറത്ത് കടക്കാതെ അതിനോട് ചുറ്റിപ്പറ്റി ഒരു ദിവസം അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇവിടെ ഓപ്പൺ ആയത് നോ ട്രേഡ് സോണിൻ്റെ ബ്രേക്ക് ഔട്ട് ലൈനിലാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് എടുക്കുമ്പോൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രേഡ് എടുക്കും, സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും, തിരിച്ചിറങ്ങുന്നതുകൊണ്ട്. തിരിച്ച് താഴോട്ട് ഇതേപോലെ ഒരു ബ്രേക്ക് ഡൗണിൽ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും, അതിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, വീണ്ടും മുകളിലോട്ട് കയറും. അങ്ങനെ എന്താ പറയുക, നോ ട്രേഡ് സോണിൻ്റെ അകത്ത് തന്നെ ചുറ്റിപ്പണഞ്ഞ് ഒരു 60 പോയിൻറ്റിൻ്റെ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് തന്നിട്ട് ഒരു ദിവസം തീർത്തു എന്ന് പറയാം. ബാങ്ക് നിഫ്റ്റിയിലും വലിയ വ്യത്യാസമൊന്നുമില്ല സംഭവങ്ങൾ, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. നോ ട്രേഡ് സോണിൻ്റെ കുറച്ച് മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായ ഒരു മൂവ്, അതായത് S1ലേക്ക് ഒരു പ്രാവശ്യം S1ലേക്ക് വന്നിരുന്നു. പക്ഷേ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുമ്പോഴത്തേനും അത് വന്ന് ഹിറ്റ് ചെയ്തിട്ട് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം വളരെ ചെറിയ മൂവ്മെൻ്റ് ആണ് ഇതിനകത്ത്. നമുക്ക് എവിടെയും സത്യത്തിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇൻട്രാഡേയിൽ ട്രേഡ് എടുക്കണം, കൃത്യമായിട്ടും ട്രെൻഡ് കൺഫർമേഷൻ കിട്ടണം. ട്രെൻഡ് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഇതുപോലെ ഇത്രയും ഉള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ മാത്രമേ ആ ട്രെൻഡ് ഇത് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ ഏതൊരു ട്രേഡറിനും. അതവിടെയാണ് ഇന്ന് പണി കിട്ടിയത്. ദെൻ ഇവിടെ ഫിൻ നിഫ്റ്റി നോക്കണം. ഫിൻ നിഫ്റ്റി ഇന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ട്രേഡൊക്കെ പ്ലാൻ ചെയ്ത് കാത്തു നിന്നതാണ്. അപ്പം കണ്ടില്ലേ, ഇന്നലെ ഞാൻ ആ ഒരു പറഞ്ഞ ഒരവസ്ഥയിൽ അതിങ്ങനെ കടന്ന് കളിച്ചങ്ങ് പോയി. അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒന്നുകിൽ നമുക്ക് മുകളിലോട്ട് പോകണം അല്ലെങ്കിൽ താഴോട്ട് പോകണം. പക്ഷേ ഇന്ന് അത് രണ്ടും പോയില്ല. ഈ CPRൻ്റെ അല്ലെങ്കിൽ നോ ട്രേഡ് സോണിൻ്റെ അവിടെ തന്നെ അത് ചുറ്റിപ്പറ്റി നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻ കേസ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ യെസ്റ്റർഡേ ഹൈ ശ്രദ്ധിക്കണം, അവിടെ വെച്ച് റിവേഴ്സൽ ഉണ്ടാവും. ഇനി അതുപോലെ താഴോട്ടാണ് ഗ്യാപ് ഡൗൺ താഴോട്ട് വരികയാണെങ്കിൽ കുറച്ചധികം മൂവ്മെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ അങ്ങ് പോയി തീർന്നു എന്ന് പറയും. ഇന്ന് ഓപ്ഷൻ സെല്ല് ചെയ്ത് രാവിലെ വന്നിട്ട് അർദ്ധമണിയിൽ പുട്ടും കോളും സെല്ല് ചെയ്തവർക്കൊക്കെ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് വൈകുന്നേരത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ദെൻ സെൻസെക്സ് നോക്കുകയാണെങ്കിലും സെൻസെക്സും നിഫ്റ്റിയും ഓൾമോസ്റ്റ് സെയിം രീതിയിലാണ് പോയിട്ടുള്ളത്. വലിയൊരു വമ്പൻ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ ഒരു ദിവസം അങ്ങ് തീർത്തു എന്ന് തന്നെ പറയാം. ഇനി ഓവറോൾ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്ത് പറയുന്നു എന്ന് ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇത് ശരിക്കും ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ക്യാൻഡിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇന്നലത്തേതിൻ്റെ ഹൈയോ ലോയോ കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നലത്തെ ആ സിഗ്നൽ ഇപ്പോഴും വാലിഡ് ആണ്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ടാണ് പോകേണ്ടത് എന്ന ആ ഒരു വാദത്തിൽ തന്നെ
ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഫർദർ ഇനി ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് തരേണ്ടത്. ഇന്നത്തെ ക്യാൻഡിൽ ഒന്നുകിൽ ഇന്നലത്തേതിനെ ലോ കട്ട് ചെയ്യുകയോ ഹൈ കട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാമായിരുന്നു. പക്ഷേ ഇന്നലത്തേതിനെ വിഴുങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഇന്നലത്തെ ക്യാൻഡിൽ ഇന്നത്തേതിനെ വിഴുങ്ങുന്ന രീതിയിലാണ് ഉള്ളത്. സോ പ്രത്യേകിച്ചൊന്നും ഇന്നലെ പറഞ്ഞതിൽ നിന്നും മാറ്റങ്ങളൊന്നും തന്നെ പറയാനില്ല. മാർക്കറ്റ് നാളെ മുകളിലോട്ട് പോകാനാണ് സാധ്യത. ബാങ്ക് നിഫ്റ്റിയുടേതാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ഹൈയും ലോയും കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഇന്നലെ ഞാനത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ മാർക്കറ്റ് ക്ലോസിങ് തന്നത് ഈ ഒരു സോണിൻ്റെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നാൽ ഇത് ചാടിക്കടന്ന് വരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് ചാടിക്കടന്ന് വന്നില്ല, അതിൻ്റെ താഴെ തന്നെ നിന്നു. നാളെ നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇനി ഫിൻ നിഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഹൈയും ലോയും കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ എന്താണോ നമ്മൾ കരുതിയിരുന്നത് അത് നാളെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇത് മിഡ് ക്യാപ്പാണ് ഇപ്പോൾ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നത്. പക്ഷെ മിഡ് ക്യാപ്പ് ഇപ്പോഴും ആ ഒരു സോണിൽ നമ്മുടെ ഈ ഒരു 99182 എന്നുള്ളത്, ഇത് എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മാസം ഇത് ഓടി എത്തേണ്ട ടാർഗറ്റ് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് തീരുമാനിക്കുന്നത്. നമ്മുടെ റാസ് ലെവൽസ് പ്രകാരം 10,000 വരെയും പോകണം ഇത്. പക്ഷേ ഈ 1-ാം തീയതി കഴിയുന്നതോടുകൂടി ഇവിടുന്ന് ഒരു സൂപ്പർ, അതായത് റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നിട്ട് കുതിച്ചു കയറി പോകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇത് ഇവിടെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അവിടെ നിന്ന് തിരിച്ച് അതേ ലെവലിലോട്ട് പോയി ചെറുതായിട്ട് വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, വീണ്ടും മുകളിലോട്ട് കയറിയിട്ട് അവിടെ ഇങ്ങനെ കൺസൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് ഡേറ്റ് മാസം തീരാറായിട്ടുണ്ട്, ഇന്ന് 26 അപ്പോൾ എന്തായാലും എക്സ്പയറിയോട് കൂടിയിട്ട് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ടിൽ കയറാനായിരിക്കും കാത്തു നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ദെൻ നിഫ്റ്റിയുടെ അത് പറഞ്ഞതുപോലെ തന്നെയാണ് സെൻസെക്സിൻ്റെ കാര്യത്തിലും. സെൻസെക്സ് ഒരു സൈഡ് വൈസ് ആണ്, ഹൈയും ലോയും കട്ട് ചെയ്തിട്ടില്ല. സോ നാളെ നമുക്ക് നോക്കാം എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്. ഇന്നലെ പറഞ്ഞ അതേ ഇതാണ്, അതിനകത്ത് ആ അഭിപ്രായത്തിൽ എനിക്ക് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിഫ്റ്റിയിൽ നിന്ന് ഒരല്പം വ്യത്യാസമുള്ള ഒരു സംഭവമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിഫ്റ്റിയിൽ ഡൗൺ ക്യാൻഡിൽ വിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും വിക്ക് ഉണ്ടായിരുന്നു, ഇവിടെയും വിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അതില്ല. ഇത് ഓപ്പണിംഗ് ഈക്വൽ ടു ഹൈ തന്നെയാണ്. ക്ലിയർലി ഒരു ബെയറിഷ് ട്രെൻഡ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് അതൊരു ക്ലിയർലി അത് തന്നെയാണ് പറയുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത് നിഫ്റ്റിയും സെൻസെക്സ് ഓൾമോസ്റ്റ് സെയിം പാറ്റേണിലാണ് പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ കണ്ടറിയാം നേരിട്ട് എന്താണ് സംഭവം. കാരണം ഇന്നത്തെ ഒരു ട്രേഡിങ്ങിന് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത രീതിയിൽ അതിനെ ഇൻവാലിഡ് ആക്കി കളയുന്ന രീതിയിലാണ് ഇന്നത്തെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഇന്നലെ എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചത് അതേ രീതിയിൽ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഓൾ റൈറ്റ്, ദെൻ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം. 1 മില്യൺ സബ്സ്ക്രൈബർ എന്ന എൻ്റെ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ നിങ്ങളുടെ എല്ലാവിധ സഹകരണം തേടുകയാണ്. ഓൾ റൈറ്റ്, പുതിയ വീഡിയോസായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച്.